എലി ജോൺ, ഞാൻ ഇന്ന് പ്രധാനമന്ത്രിയും വേദിയിൽ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളുടെ പ്രതികരണമാണ് പ്രധാനമായിട്ടും തേടിയത്. എന്നാൽ അതിനും അപ്പുറം നിൽക്കുന്ന ചില വിഷയങ്ങൾ കൂടി ഈ പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് ആദ്യ കപ്പൽ വന്നൊരു വർഷമാകുമ്പോഴും നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്ന ട്രിവാൻഡ്രം മദർ പോർട്ടിൻ്റെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യാത്തതിൽ പ്രതിഷേധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതടക്കം ഇന്നിപ്പോൾ ആരുടെ ഉറക്കം കെടുത്തുന്ന പദ്ധതിയായിട്ടാണ് വിഴിഞ്ഞത്തെ താങ്കൾ കാണുന്നത്? പ്രധാനമന്ത്രി കണ്ടത് ഇത് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്താൻ പോകുന്ന പദ്ധതിയായിട്ടാണ്. ഏലിയസ് ജോൺ, ഞാൻ എങ്ങനെ കാണുന്നൊന്നുമില്ല. ആരുടെയെങ്കിലും ഉറക്കം കെടുത്താൻ വേണ്ടി ഇന്ത്യ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നു, കേരളം ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടും എനിക്കില്ല. ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് പണ്ട് പലരും പറയുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ 75% കാർഗോ മറ്റു രാജ്യങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ട്. അത് ഇനി മുതൽ നമ്മുടെ പോർട്ട് പതുക്കെ പതുക്കെ പൂർണ്ണമായും ഏറ്റെടുക്കുന്ന തരത്തിൽ വളരും. അതുകൊണ്ട് സമീപ പോർട്ടുകൾക്ക് ചില ക്ഷീണം ഉണ്ടാകും. അവരത് മാനേജ് ചെയ്യും. അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഞങ്ങൾ പ്രതിഷേധിക്കാനുള്ള ഒരു കാരണം പ്രധാനമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇതൊരു അപൂർണമായ ഒരു കുഞ്ഞിന്റെ നൂലുകെട്ടാണോ വേറെന്തെങ്കിലും ആണോ എന്നുള്ള ഒരു ഉദ്ഘാടനമാണ് നടന്നത്. അദ്ദേഹം ഒരു കണ്ടെയ്നർ പച്ചക്കൊടി കാണിച്ച് പുറത്തു വിട്ടാണ് ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് പോലും ഈ വിവരങ്ങൾ മറച്ചു വെച്ചിട്ടാണോ അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നൊരു സംശയമുണ്ട്. ഒരു പോർട്ട് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കപ്പലിൽ കണ്ടെയ്നർ വരുന്നു, കണ്ടെയ്നർ പുറത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ കണ്ടെയ്നർ അകത്തോട്ട് പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ പോർട്ടുകളിലേക്ക് ഉദ്ഘാടനം കാണുന്നത്. കപ്പലുകളെ ഫ്ലാഗ് ഓഫ് ചെയ്ത് വിടുന്നു. ഇവിടെ അദ്ദേഹം ഒരു ശിലാഫലകം സ്വിച്ച് ഓൺ ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോ 2024 ജൂലൈ 11 തുടങ്ങിയ ഒരു പ്രവർത്തനം ഇനി ഒരു മാസം കഴിയുമ്പോൾ ഒരു വർഷമാവുകയാണ്. ഇതുവരെ നമുക്കൊരു കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ തുറമുഖത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ജോലി, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്നത്. പല കമ്പനികളും നമ്മുടെ സമീപത്തുള്ള കൊച്ചിയിലുള്ള സുഹൃത്തുക്കളുണ്ട്, തൂത്തുക്കുടിയിലുള്ളവരുണ്ട്, ചെന്നൈയിലുള്ളവരുണ്ട്, മുംബൈയിലുള്ളവരുണ്ട്. ഇവരൊക്കെ അവരുടെ ബ്രാഞ്ച് ഓഫീസുകൾ ഇവിടെ തുടങ്ങാൻ കാത്തിരിക്കുക. പലരും ഞങ്ങളെ ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് അവിടെ വന്നാൽ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാം. ഒരു ബ്രാഞ്ച് തുടങ്ങിയാൽ 2 കുട്ടികൾക്കെങ്കിലും ജോലി കിട്ടും. അങ്ങനെ തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ ഇന്ന് വരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ചോദ്യം MSCയോട് പോകുന്നുണ്ട്, അദാനി ഗ്രൂപ്പിനോട് പോകുന്നുണ്ട്. എല്ലാവരും നിസ്സഹായരാണ്. ആർക്കും എന്നാണ് ഈ കാർഗോ പുറത്തിറങ്ങുന്നത്, എന്നാണ് ഈ കാർഗോ പുറത്തുനിന്ന് അകത്ത് പോകുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു അപൂർണമായ പ്രൊജക്ടിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ആരൊക്കെയോ ഉദ്ഘാടനം ചെയ്യിച്ചത്. അതൊരു വലിയ പാതകമായി പോയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഈ പ്രോജക്റ്റിന്റെ ദേശീയ അന്തർദേശീയ തലത്തിലേക്കുള്ള ഒരു മാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ നാഷണൽ മീഡിയ എല്ലാം പറയുന്നുണ്ട് ഈ പ്രൊജക്ട് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഹാൻഡിൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ട്രാൻസ്ഷിപ്മെന്റ് ഹാൻഡിൽ ചെയ്താൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏകദേശം എന്റെ കണക്കനുസരിച്ച് 289 കപ്പലുകൾ വന്നു. കടലിൽ വരുന്നു, കടലിലോട്ട് പോകുന്നു. ഈ കരയിൽ ആർക്കെങ്കിലും, എന്റെ ഒരു അനുഭവം പറയാം. ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന കാലത്തൊക്കെ ആ മുല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പോയിട്ട് ഒരു ചായ കുടിക്കാറുണ്ട്. പ്രസംഗമെല്ലാം കഴിഞ്ഞൊരു ചായ കുടിക്കും. ആ കടയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കച്ചവടമൊക്കെ കൂടിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, പോർട്ട് വന്നത് കാരണം ഒരു ചായ പോലും അദ്ദേഹത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ പോർട്ട് വന്നത് കൊണ്ട് ലാൻഡ് സൈഡിൽ വന്നിട്ടുള്ള മാറ്റം. ലാൻഡ് സൈഡിൽ മാറ്റം വരാതെ ഈ പോർട്ട് കൊണ്ട് ഒരുപക്ഷെ അദാനിക്ക് മാത്രമായിരിക്കും നേട്ടം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഖജനാവിൽ കുറച്ച് പണം എത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം ഞങ്ങൾ സമരവും പ്രചരണങ്ങളും ഒക്കെ നടത്തിയത്. ആ അർത്ഥത്തിൽ ഇപ്പോഴും ഇത് എന്നെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഡേറ്റ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ നിയമസഭയിൽ പറഞ്ഞു, ഈ 4 മാസമാണ് അദ്ദേഹം പറഞ്ഞ തീയതി, 4 മാസം. പക്ഷേ അദാനി ഗ്രൂപ്പിനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുന്നില്ല. നിർഭാഗ്യവശാൽ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്, ഇന്ന് ഉദ്ഘാടനം ചെയ്ത പ്രോജക്റ്റ് ഇപ്പോഴും അതിന്റെ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തനം ആരംഭിക്കാത്ത ഒരു പോർട്ടിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ എന്തിനാണ് പ്രധാനമന്ത്രിയെ പോലെ ഒരാളെ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതിർത്തിയിലൊക്കെ ഒരുപാട് തലവേദനയുള്ള സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇതാരെങ്കിലും, ഈ വിഷയം ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താണ് ഇങ്ങനെ ഒരു അമളി നമുക്ക് പറ്റിയിരിക്കുന്നത്? എന്താണ് തടസ്സം? എന്ത്? ഇത് 2015 ഡിസംബർ മാസം 5-ാം തീയതി നിർമ്മാണം തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്.
10 വർഷമായിട്ട് നമുക്കൊരു 1.5 കിലോമീറ്റർ ആണ് ആകെ ഈ പറയുന്ന കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ ആണ്. 1.5 കിലോമീറ്റർ റോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ 10 വർഷം വേണം. നമ്മുടെയൊക്കെ കാര്യങ്ങൾ അങ്ങനെയാണോ നടക്കുന്നതെങ്കിൽ ഈ നാടിന്റെ ഗതികേടെന്നേ പറയാനുള്ളൂ. ഞങ്ങളെ പോലുള്ളവർക്ക് ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനും നിരന്തരം പ്രശ്നമുണ്ടാക്കാനും അല്ലേ പറ്റുള്ളൂ. അല്ലാതെ അതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ശ്രീ എലിയസ് ജോൺ. നമുക്കതിലൊന്നുമല്ലല്ലോ ശ്രദ്ധ. ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നു ചിലർ പാർട്ട്ണറെ എന്ന് വിളിക്കുന്നു. അതിന്റെ പേരിലുള്ള രാഷ്ട്രീയ പരിഹാസങ്ങൾ, രാഷ്ട്രീയ മറുപടികൾ ചിലർ വിട്ടുനിൽക്കുന്നു എന്നതിനപ്പുറം ഈ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ ശ്രദ്ധ പോകാത്തത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. Debate with Dr. Arun Kumar.